അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. ഇൻ്റർനെറ്റ് ഷെയറിങ് യൂസിങ് എ നാറ്റ് സെർവർ. അപ്പോൾ ഇവിടെ ചെയ്യുന്നത്, ഇപ്പോൾ ഇൻ്റർനെറ്റ് സെർവറിനകത്തുള്ള ഒരു മെഷീന് ഉണ്ടാകുന്ന ഫീലിംഗ് എന്ന് പറയുന്നത്, നമ്മുടെ ഓഫീസിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാതും ഈ പബ്ലിക് IP1 ഇതിൽ നിന്നും വരുന്നു എന്നുള്ള ഫീലിംഗ് ആണ് പുറത്തുള്ള ഒരു മെഷീന്, എക്സ്റ്റേണൽ നെറ്റ്വർക്കിലുള്ള ഒരു മെഷീന് ഉണ്ടാകുന്നത്. പക്ഷേ ആ കമ്മ്യൂണിക്കേഷൻ പോകുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനകത്തുള്ള ഓരോ മെഷീനായിരിക്കും. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് 1 ആണെങ്കിൽ നമ്മളവിടെ 192.168.1.0 നെറ്റ്വർക്ക്. അപ്പോൾ അതിൽ വിത്ത് മാസ്ക് 255.255.0, അതായത് 3.255, അതാണ് 24, 8x3. അപ്പോൾ ഇവിടെ ഒരു മെഷീൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നാൽ അതിൻ്റെ IP 192.168.1.1 ആയിരിക്കും, 1.2 ആ രീതിയിൽ. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് 2ലുള്ള ഒരു മിഷൻ, ഡിപ്പാർട്ട്മെൻറ്റ് 2ൽ IP 192.168.2.0 നെറ്റ്വർക്കാണ് വിത്ത് ഡിഫോൾട്ട് മാസ്ക്. അപ്പോൾ ഇവിടെയുള്ളൊരു IP എന്ന് പറയുന്നത് 192.168.2.1 ആയിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതനുസരിച്ച് ഇവിടെ നമ്മളൊരു സ്പെഷ്യൽ മെഷീൻ വയ്ക്കുന്നു. ആ മെഷീന് 2 നെറ്റ്വർക്ക് ഉണ്ടാവും. ഇതൊരു സിമ്പിൾ മെത്തഡാണ്. ഇതിന് കോംപ്ലിക്കേറ്റഡ് ടെക്നോളജീസ് വേറെ ഉണ്ട്. അപ്പം ഈ ഓഫീസിലുള്ള സ്വിച്ചിലേക്കായിരിക്കും ഒരു നെറ്റ്വർക്ക് കാർഡ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ നെറ്റ്വർക്കിൻ്റെ IP നമുക്കതിനെ 1.100 എന്ന് വിളിക്കാം, 1.100. ഇനി ഈ മറ്റേ നെറ്റ്വർക്ക് കാർഡ്, ഈ സ്പെഷ്യൽ മെഷീനാണ് നമ്മുടെ IP ഫോർവേഡിങ് ഒക്കെ ചെയ്ത് IP ഫോർവേഡിംഗ് എല്ലാം ചെയ്ത് നമ്മൾ ഗേറ്റ് വേ ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെൻറ്റ് 1ൻ്റെ ഗേറ്റ് വേ. അപ്പോൾ ഇതിൽ ഒരു കാർഡ് ഈ ബാക്ക് ബോൺ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇവിടെ വരുന്ന IPs 3.1. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് 3.100 എന്ന് വിളിക്കാം. 3.100 അല്ലെങ്കിൽ 101, 3.101. ഇനി ഇവിടെ അതുപോലെ ഒരു സ്പെഷ്യൽ മെഷീൻ ഉണ്ടാവും ഫോർ ഡിപ്പാർട്ട്മെൻറ്റ് 2ൻ്റെ ഗേറ്റ് വേ ആയിട്ട്. അതിൽ 2 നെറ്റ്വർക്ക് കാർഡ് ഉണ്ടാവും. ഒരു നെറ്റ്വർക്ക് കാർഡ് ഡിപ്പാർട്ട്മെൻറ്റ് 2ൻ്റെ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ IP നമുക്ക് 2.100 എന്ന് വിളിക്കാം, 192.168.2.100. അതിൻ്റെ മറ്റേ നെറ്റ്വർക്ക് കാർഡ് ഈ ബാക്ക് ബോൺ സ്വിച്ചിലേക്ക് കണക്ട് ആയിരിക്കും. ഇവിടെ IP ഫോർവേഡിങ് ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ IP നമുക്ക് 3.102. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മാസ്ക് എല്ലാം ഡീഫാൾട്ട് മാസ്കുകളായിരിക്കും. 3.101, 3.102. ഇനി ഈ മെഷീൻസിലെല്ലാം നമ്മൾ ഗേറ്റ് വേ പറയണം. ഇതിൻ്റെ ഗേറ്റ് വേ എന്ന് പറയുന്നത്, ഗേറ്റ് വേ മീൻസ് ഈ മെഷീനിൽ നിന്ന് പാക്കറ്റ് ഈ നെറ്റ്വർക്കിൻ്റെ പുറത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഷുഡ് ബി ഡെലിവേർഡ് അറ്റ് 192.168.1.100 ഇവിടെ ഡെലിവർ ചെയ്യണം. ഈ മെഷീൻ്റെ ഗേറ്റ് വേ നമ്മൾ മിനിമം 3 കാര്യങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു. ഒന്ന് IP, രണ്ടാമത്തത് മാസ്ക്, മൂന്നാമത്തത് ഗേറ്റ് വേ. അപ്പോൾ ഇതിൻ്റെ ഗേറ്റ് വേ 192.168.2.100.
അപ്പോൾ ഈ സ്പെഷ്യൽ മെഷീന് ഈ നെറ്റ്വർക്ക് കാർഡ് വഴി ഈ നെറ്റ്വർക്കിലെ എല്ലാ മെഷീൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ സ്പെഷ്യൽ മെഷീന് ഈ നെറ്റ്വർക്ക് കാർഡ് വഴി ഇതിലുള്ള എല്ലാ മെഷീനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ ഈ മെഷീന് രണ്ട് നെറ്റ്വർക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, 1.0യും 2.0യും. അപ്പോൾ ഇവിടെ നമ്മൾ റൂട്ടിംഗ് കൂടെ എഴുതിയിട്ടുണ്ട്. റൂട്ടിംഗ് ഇൻഫർമേഷൻ, അതായത് ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു റിപ്ലൈ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മെഷീനിൽ ഇരുന്ന ഒരാൾ google.co.in ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാക്കറ്റ് ഇവിടെ ഡെലിവർ ചെയ്യും, അവിടെ നിന്ന് ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യും, അവിടെ നിന്ന് ഇങ്ങോട്ട് പോയിട്ട് ഈ മെഷീനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഈ മെഷീനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം കൂടി എഴുതണം. ഇവിടെ നമ്മളൊരു റൂട്ടിംഗ് ഇൻഫർമേഷൻ കൂടെ ആഡ് ചെയ്യണം. അതായത് 192.168 2.0 നമ്മുടെ മറ്റേ ഡിപ്പാർട്ട്മെൻറ്റിന്, അങ്ങോട്ടും അല്ലാത്തുള്ള മുഴുവൻ പാക്കറ്റുകളും 0.0.0, അതായത് ഡീഫാൾട്ട് പാക്കറ്റ്സ്, നമ്മുടെ നെറ്റ്വർക്കിലേക്കുള്ള പാക്കറ്റ് അല്ല, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസുകളിലേക്കുള്ള പാക്കറ്റ് അല്ല, ബാക്കിയുള്ള പാക്കറ്റുകളെല്ലാം എവിടെ ഡെലിവർ ചെയ്യണം? ഡെലിവർ ടു ഈ ഒരു നെറ്റ്വർക്കുകളിൽ. അപ്പോൾ ഇതിന് നമ്മൾ IP കൊടുത്തിട്ടില്ല, ഇവിടെ നമുക്കൊരു IP കൊടുക്കാം. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന IP ഇത് 3.1 നെറ്റ്വർക്കിലാണ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ 3.2 എന്ന് കൊടുക്കാം. 3.2 192.168 3.2 255 255 255 0. അപ്പം ഇങ്ങനെ ഡീഫോൾട്ട് പാക്കറ്റുകളെല്ലാം 192.168 3.2ൽ ഡെലിവർ ചെയ്യണമെന്ന് നമ്മൾ എഴുതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ റൂട്ടിംഗ് ഇൻഫർമേഷൻ കൊടുത്തു. അതേപോലെ ഇൻഫർമേഷൻ ഈ മെഷീനകത്തും കൊടുത്തു. ഓക്കെ, ഇവിടെയും നമ്മൾ റൂട്ടിംഗ് ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് 1.0 നെറ്റ്വർക്കിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻസ് മുഴുവൻ ഡെലിവർ ചെയ്യേണ്ടത് 3.101ലും 192.168 2.0 നെറ്റ്വർക്കിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഡെലിവർ ചെയ്യേണ്ടത് 3.102 നെറ്റ്വർക്കിലേക്കും ആണ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയും നമ്മൾ IP ഫോർവേഡിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നാറ്റിങ്ങും ചെയ്തിട്ടുണ്ട്. നാറ്റിങ് രണ്ട് തരമുണ്ട്. സോഴ്സ് നാറ്റിംഗ് ഉണ്ട്, അതായത് സോഴ്സ് അഡ്രസ്സിനെ റീപ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ DNAT, ഡെസ്റ്റിനേഷൻ നാറ്റ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ സോഴ്സ് നാറ്റാണ്. ഓക്കെ, അതായത് നമ്മൾ ഇവിടുന്ന് പുറപ്പെടുന്ന പാക്കറ്റുകളുടെ സോഴ്സ് അഡ്രസ്സ് അല്ല, സോഴ്സ് അഡ്രസ്സ് ഇവിടുന്ന് പുറപ്പെടുമ്പോൾ ഇതിൻ്റെതായിരിക്കും. അതെല്ലാം ഇവിടം വരെ എത്തുന്ന സമയത്ത് ഈ ഓരോ ഗേറ്റ് വേ കഴിയുമ്പോഴും ഈ സോഴ്സ് അഡ്രസ്സ് മാറി മാറി വരുന്നുണ്ടാവും. ഇവിടെ ലാസ്റ്റ് പോയിന്റ് ഇതാണ്. ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പം, അതായത് ഒരു പാക്കറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന സോഴ്സ് എന്ന് പറയുന്ന സോഴ്സ് അഡ്രസ്, അതായത് ഈ പബ്ലിക് IP ആയിരിക്കും, IP1. അതായത് ഈ മെഷീനിൽ നിന്നും ഈ എമർജ് ചെയ്ത പോലെയാണ് ഈ പാക്കറ്റ്സ് പുറത്തുള്ള ഇൻ്റർനെറ്റിലുള്ള ഒരു മെഷീന് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം റിപ്ലൈ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ മെഷീൻ റിപ്ലൈ ജനറേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സോഴ്സ് അഡ്രസ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സും ഇൻ്റർചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പം സോഴ്സ് google.co.in റിപ്ലൈ വരുന്ന സമയത്ത് ഇയാൾ ഗൂഗിളാണ് ചെയ്തത്. അപ്പം സോഴ്സ് ഗൂഗിളായിരിക്കും, ഡെസ്റ്റിനേഷൻ ഈ IP ആയിരിക്കും, പബ്ലിക് IP. അപ്പോൾ ഡെസ്റ്റിനേഷൻ പബ്ലിക് IP ആയതുകൊണ്ട് ഈ പാക്കറ്റ് എവിടെയും ഡ്രോപ്പ് ചെയ്യപ്പെടില്ല, ഡയറക്റ്റ്ലി അത് ഇവിടെ തന്നെ എത്തും. ഓക്കെ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ നാറ്റ് ഇൻഫർമേഷൻ നോക്കിയിട്ട് അതിനെ ഏത് നെറ്റ്വർക്കിലേക്കാണോ പോകേണ്ടത് അവിടേക്ക് ഡയറക്റ്റ് ചെയ്യും. ഓക്കെ, ഈ രീതിയിലാണ് നാറ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പറഞ്ഞത് ഈ നെറ്റ്വർക്ക് എങ്ങനെ നമുക്ക് പ്രോക്സി വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത മെത്തേഡ്, അതായത് ഇൻ്റർനെറ്റ് ഷെയറിംഗ് യൂസിങ് പ്രോക്സി.
ഇവിടെയും ഇതിന് കണക്ഷൻസിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നാറ്റിന് പകരം നാറ്റ് മെഷീന് പകരം അവിടെ ഒരു പ്രോക്സി മെഷീൻ വരും. ഇതിന് 2 നെറ്റ്വർക്ക് ഉണ്ടാകും, പബ്ലിക് IP1, പബ് IP1. അപ്പം ഇവിടെ പ്രോക്സി സെർവർ ആക്കാനുള്ള ഒരുപാട് പ്രോക്സി സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോക്സി ഓപ്പൺ സോഴ്സ് പ്രോക്സി സോഫ്റ്റ്വെയർ ആണ് സ്കിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സോഫ്റ്റ്വെയർ നമ്മളവിടെ ഇൻസ്റ്റാൾ ചെയ്യും. ഇനി കണക്ഷൻസ് എല്ലാം പഴയ പോലെ തന്നെ, പക്ഷേ ഇവിടെ നാറ്റിന് പകരം പ്രോക്സി സെർവറാണ്. ഓക്കെ, ഇതിൻ്റെ IP നമ്മളവിടെ കൊടുത്തത് 3.2 ആയിരുന്നു. ഓക്കെ, അതിനൂടെയും കൊടുക്കാം. 3.2 192.160 3.2 ഡിഫോൾട്ട് മാസ്ക്. ഓക്കെ, അപ്പോൾ ഇത് നാറ്റല്ല, ഇത് പ്രോക്സി മെഷീനാണ്. ഓക്കെ, ബാക്കി കണക്ഷൻസ് എല്ലാം പഴയ പോലെ തന്നെ. ഒരു സ്പെഷ്യൽ മെഷീൻ ഉണ്ടാവും. ആ സ്പെഷ്യൽ മെഷീൻ്റെ ഒരു കാർഡ് അല്ലെങ്കിൽ ഒരു ഇൻ്റർഫേസ് ഇതിലേക്കും, അതായത് 3.101 ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ്. അടുത്തത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ 192.168.1.1 ഈ മെഷീൻ. ഇവിടെ ഗേറ്റ് വേ പറഞ്ഞിട്ടുണ്ടാവും. ഇതിൻ്റെ ഗേറ്റ് വേ എത്രയായിരുന്നു? 1.100 ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ അത് ഡിപ്പാർട്ട്മെൻറ്റ് 2, അതിൽ 2.100 ആണ് അതിൻ്റെ ഗേറ്റ് വേ. ഓക്കെ, ഇതേപോലെ തന്നെ. അപ്പം നമുക്ക് ഈ ഒരു പാർട്ട് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ 1.0 192.168.1.0 നെറ്റ്വർക്ക് ഡിഫോൾട്ട് മാസ്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരാൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് പാക്കറ്റ് ജനറേറ്റ് ചെയ്യും. ആ പാക്കറ്റ് ഇവിടെ ഗേറ്റ് വേ പറഞ്ഞുകൊണ്ട് ഇവിടെ ഡെലിവർ ചെയ്യും. ഇവിടെ ഡെലിവർ ചെയ്യുന്ന ഇവിടെ നമ്മൾ പാക്കറ്റ് ഫോർവേഡിങ് ചെയ്തിട്ടുണ്ട്. ഇത് ഗേറ്റ് വേ, ഇവിടെ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ റൂട്ടിംഗ് ഇൻഫർമേഷൻ എഴുതിയിട്ടുണ്ടാവും. റൂട്ടിംഗ് ഡിഫോൾട്ട് പാക്കറ്റ്സ് എല്ലാം ഈ മെഷീനിൽ ഡെലിവർ ചെയ്യണം. ഈ ഡിഫോൾട്ട് പാക്കറ്റ്സ് എല്ലാം 192.168 3.2 ഡെലിവർ ചെയ്യണം. 3.2 ആയിട്ട് ഇതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, കാരണം ഇതിൻ്റെ അഡ്രസ്സ് 3.101 ആണ് വിത്ത് ഡിഫോൾട്ട് മാസ്ക്. ഓക്കെ, അപ്പോൾ ഈ കാർഡും ഇതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഗൂഗിളിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ ഈ വഴി കയറി ഈ വഴി പോയിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ എന്താണ് പാക്കറ്റ് ഫോർവേഡിങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ വഴിയും കയറിപ്പോയി. ഇനി പ്രോക്സി, ഇപ്പോൾ ഇവിടെ ഉള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓരോ ബ്രൗസറിനകത്തും നമ്മളത് പ്രത്യേകം പറയണം, ഈ പ്രോക്സി മെഷീൻ ഏതാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്ത് മോസില്ല അല്ലെങ്കിൽ ഫയർഫോക്സ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് പ്രോക്സി മെഷീൻ ഏതാണെന്ന് നമ്മൾ പറയണം. ഓരോ ബ്രൗസറിനകത്തും ഈ ഒരു അഡീഷണൽ വർക്ക് അവിടെ വരുന്നുണ്ട്. പ്രോക്സി ഏതാണെന്നുള്ളത് ഓരോ ബ്രൗസറിനും ഇൻഫർമേഷൻ കൊടുക്കണം. അപ്പോൾ അടുത്ത മെഷീൻ ആണെങ്കിൽ അതിനകത്തും നമ്മൾ ഏതൊക്കെ ബ്രൗസർ യൂസ് ചെയ്യുന്നുണ്ടോ അതിനകത്തെല്ലാം ഈ പ്രോക്സി ഇൻഫർമേഷൻ കൊടുക്കണം. അപ്പോൾ ഇവിടെ പ്രോക്സി പ്രോഗ്രാം റൺ ചെയ്യുന്നത് ഈ IP ഉണ്ടാവും. അത് കൂടാതെ തന്നെ നമ്മളൊരു പോർട്ട് എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ വരുന്നുണ്ട്. അപ്പോൾ 3128 ആണ് ഈ സ്കിഡ് വർക്ക് ചെയ്യുന്ന ഡിഫാൾട്ട് പോർട്ട്. അതായത് ഒരു മെഷീനകത്ത് ഒരുപാട് പ്രോസസ്സ് റൺ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ പ്രോസസ്സിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ പോർട്ട് നമ്പർ യൂസ് ചെയ്യുന്നത്. ഇതിന് വിളിക്കുന്ന പേര് പോർട്ട് നമ്പർ എന്നാണ്. അപ്പം ഒരു മെഷീനകത്ത് ഒരുപാട് പ്രോസസ്സുകൾ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയാനാണ് ഏത് പ്രോസസ്സിലേക്കുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ ഓരോ പാക്കറ്റിലും ഈ പോർട്ട് നമ്പറും കൂടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ IP ഉണ്ടാവും, ഈ പോർട്ട് നമ്പറും ഉണ്ടാവും. അപ്പോൾ ഈ പോർട്ട് നമ്പർ വെച്ചിട്ടാണ് ഏത് പ്രോസസ്സിലേക്കുള്ള പാക്കറ്റാണ് ഇതെന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ ഈ മെഷീനിൽ ഒരുപാട് സോഫ്റ്റ്വെയർസ് റൺ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം ഡിഫറെൻറ്റ് പോർട്ടുകളായിരിക്കും. അപ്പോൾ ആ പോർട്ട് നമ്പർ വെച്ചിട്ടാണ് ആ സോഫ്റ്റ്വെയറിനെ തിരിച്ചറിയുന്നത്, ആ പ്രോഗ്രാമിനെ തിരിച്ചറിയുന്നത്. ഓക്കെ, അപ്പം പ്രോക്സിയും നമ്മൾ കൊടുക്കണം, പോർട്ടും നമ്മൾ കൊടുക്കണം. പ്രോക്സി IP അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, പ്രോക്സി IP, അതുപോലെ തന്നെ പോർട്ട് നമ്പർ. ഈ രണ്ട് കാര്യങ്ങൾ ഓരോ ബ്രൗസറിനകത്ത് നമ്മൾ കൊടുക്കണം. ഈ ഒരു അഡീഷണൽ വർക്ക് ഈ ഒരു സെറ്റപ്പിലുണ്ടാവും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ്
ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ മെഷീൻസിൽ കിട്ടും. അപ്പം ഇവിടെ ഒരാൾക്ക് ഫീൽ ചെയ്യുന്നത് ദ കമ്മ്യൂണിക്കേഷൻ എമർജസ് ഫ്രം ദിസ് മെഷീൻ. അപ്പോൾ പ്രോക്സി എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് തന്നെ നമുക്ക് വേണ്ടി വേറൊരാൾ ആക്ട് ചെയ്യുന്നു ഓൺ ബിഹാഫ് ഓഫ് സമ്മൺ. അപ്പോൾ ഈ മെഷീനാണ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തിരുന്നത്. അപ്പോൾ ഈ മെഷീനാണ് ഗൂഗിളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ റൂട്ടിംഗ് ഇൻഫർമേഷൻ നോക്കിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എത്ര ഉണ്ട് നോക്കിയിട്ട് അവിടെ എല്ലാം നമ്മൾ റൂട്ടിംഗ് ഇൻഫർമേഷൻ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും. ആ റൂട്ടിംഗ് ഇൻഫർമേഷൻ നോക്കിയിട്ട് ഈ പാക്കറ്റ് കറക്റ്റായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഡെലിവർ ചെയ്യും. ഇതാണ് പ്രോക്സി വെച്ചിട്ടുള്ള ഇൻ്റർനെറ്റ് ഷെയറിങ്. അപ്പോൾ ഇൻ്റർനെറ്റ് ഷെയറിങ് നിങ്ങൾക്ക് ഒന്നുകിൽ നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ വഴി ഇവിടെ ചെയ്യുന്നത് സോഴ്സ് അഡ്രസ് നാറ്റ് ആണ്, അതായത് SNAT, അല്ലെങ്കിൽ പ്രോക്സി മെഷീൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഷെയർ ചെയ്യും. അപ്പം ഇത്രയും കാര്യങ്ങളുള്ളൂ ഇൻ്റർനെറ്റ് ഷെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇനി ഇപ്പോൾ ഇവിടെ നിന്നൊരു പാക്കറ്റ് ഇയാളിപ്പം ഇവിടുന്ന് പിങ് ഇപ്പുറത്തൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് 2.1 ഒരു മെഷീനാണ്, 192.168 2.0 ആണ് ആ നെറ്റ്വർക്ക്. അവിടെ 2.1ലേക്ക് ഇയാൾ ഇവിടെ നിന്ന് പിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ വഴി കയറി ഇവിടെ ഡ്രോപ്പ് ചെയ്യണോ അതോ അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഗേറ്റ് വേ ഇതുപോലെ തന്നെ അവിടെ ഉണ്ടാവും. ആ ഗേറ്റ് വേയിലേക്ക് വന്നിട്ട് ഈ മെഷീനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഈ കാര്യങ്ങൾ. അപ്പോൾ അത് ഫയർവാൾ എന്നുള്ള കാറ്റഗറിയിൽ ടോപ്പിക്കിൽ വരും. ഫയർവാൾ എന്നുള്ള കൺസെപ്റ്റിലാണ് അതെല്ലാം വരുന്നത്. ഇപ്പോൾ പാക്കറ്റ്സ് ഡ്രോപ്പ് ചെയ്യാതെ ഇനി അതുപോലെ തന്നെ ഇപ്പോൾ സപ്പോസ് ഈ സ്വിച്ചിനകത്ത് നിങ്ങളൊരു FTP സെർവർ കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് ഇവിടെ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ ഒരു സ്വിച്ച് കണക്ട് ചെയ്തു. നമ്മൾ നേരത്തെ വരച്ചതാണ്, നേരത്തെ വിട്ടുപോയതാണ്. അപ്പോൾ ഇവിടെ ഒരു FTP സെർവർ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഫീസിലെ ഫയൽസ് എല്ലാം എംപ്ലോയീസിന് വേണ്ടിയിട്ട് നിങ്ങളൊരു FTP സെർവറിൽ കീപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ FTP സെർവർ പുറത്തുനിന്നുള്ള ഒരാൾക്ക് അക്സസ് ചെയ്യണോ വേണ്ടോ, ഇതുപോലുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇവിടെ നമുക്കൊരു ഫയർവാൾ സെറ്റ് ചെയ്യാം ഈ മെഷീനിൽ. അപ്പോൾ ഈ മെഷീനാണ് പുറത്തേക്കുള്ള കമ്മ്യൂണിക്കേഷൻ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫയർവാൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുനിന്നൊരു കമ്മ്യൂണിക്കേഷൻ ഈ FTP സെർവറിലേക്ക് വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വരുന്നത് ഫയർവാൾ എന്ന ടോപ്പിക്കാണ്. അതിലേക്ക് നമുക്ക് പിന്നെ പോകാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഡീമിലിറ്ററൈസ്ഡ് സോൺ, DMZ, ഈ കാര്യങ്ങളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതെല്ലാം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ അവിടെ ഇൻ്റർനെറ്റ് കിട്ടും വേണം, എന്നാൽ ഈ റിസോഴ്സസ് എല്ലാം പ്രൊട്ടക്റ്റഡ് ആവും വേണം. ഓക്കെ, അപ്പോൾ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളൊരു ഹോസ്പിറ്റലിൽ തന്നെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാവും, അവിടെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും, ഡാറ്റ ഉണ്ടാവും, പിന്നെ അവിടെ പേഴ്സണൽ ഉണ്ടാവും, ഓഫീസേഴ്സ് ഉണ്ടാവും, പിന്നെ അവിടെ ഈ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ വേണ്ട കുറേ പ്രൊസീജിയേഴ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആവുന്നത്. അപ്പം ഇതിനെ മൊത്തത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഓക്കെ, അപ്പോൾ അവിടെ ഇൻ്റർനെറ്റ് പുറത്തേക്കുള്ള കമ്മ്യൂണിക്കേഷൻ കിട്ടും വേണം, എന്നാൽ ഈ റിസോഴ്സ് എല്ലാം പ്രൊട്ടക്റ്റഡ് ആവും വേണം. അതിന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിൽ പഠിക്കാൻ പോകുന്നത്.